ചവറ നിയോജക മണ്ഡലത്തിൽ മികവ് 2026 പ്രതിഭാ സംഗമം നടത്തി. ബേബി ജോൺ ഫൗണ്ടേഷനും മന്ത്രി ഷിബു ബേബി ജോണും ചേർന്നാണ് പ്രതിഭാ സംഗമം നടത്തിയത്. മണ്ഡലത്തിലെ ഉന്നത പരീക്ഷാ വിജയികളെ പരിപാടിയിൽ അനുമോദിച്ചു. ബേബി ജോൺ ഫൗണ്ടേഷനും മന്ത്രി ഷിബു ബേബി ജോണും ചേർന്നാണ് മികവ് 2026 പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത്. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ചവറ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കരിക്കുലം മാറുകയാണ്, സിലബസ് മാറുകയാണ്. ലോകത്തെ അത്ര ഫാസ്റ്റായിട്ടാണ് പഠനരംഗത്ത്, തൊഴിൽ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ. നമ്മുടെ പരമ്പരാഗതമായ യൂണിവേഴ്സിറ്റി സംവിധാനം വെച്ചുകൊണ്ട് സെനറ്റും സിൻഡിക്കേറ്റും മറ്റ് കമ്മിറ്റികളും കൂടി 10 വർഷം അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ BA ഹിസ്റ്ററി, BA ലിറ്ററേച്ചർ, BA ഇംഗ്ലീഷ്, BA എക്കണോമിക്സ് ഇതും പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ലാത്ത കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളുടെ കൂട്ടപലായനം ഉണ്ടാകുന്നത്. ഈ ഗ്ലോബൽ വാച്ച് ടവർ പോലുള്ള സംവിധാനം വന്നിട്ട് നമ്മുടെ കലാലയങ്ങളിലും എല്ലാ വർഷവും അഡാപ്റ്റ് ചെയ്യുന്ന ഈ മാറുന്ന തൊഴിൽ മേഖലയ്ക്ക് അനുയോജ്യമായ നിലയിൽ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഗവൺമെൻറ് പോകുമെന്നുള്ളതിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു ഈ ബഡ്ജറ്റ് വഴി നടപ്പിലാക്കിയത്. ഈ സന്ദർഭത്തിൽ ദീർഘമായി മറ്റൊന്നിനെയും കടക്കുന്നില്ല. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് ഇവിടെ ജയലക്ഷ്മി ഹ്രസ്വമായിട്ട് സൂചിപ്പിച്ചു. ഇന്ന് നിങ്ങൾ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കി തിളങ്ങി നിൽക്കുകയാണ്. സന്തോഷമുണ്ട്, രക്ഷിതാക്കൾക്ക് അഭിമാനമുണ്ട്. പക്ഷേ പുസ്തകത്തിലുള്ളത് പഠിച്ച് പരീക്ഷയിൽ എഴുതി ഉന്നത വിജയം നേടുന്നത് കൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കടമ്പകളാണ് നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ഒരുപാട് തടസ്സങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ലോകത്തൊരാളും തടസ്സങ്ങളെ ഇല്ലാതെ ജീവിതം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ആ തടസ്സങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതിൻ്റെയാണ്. ആ മനക്കരുത്ത് ആർജിച്ചാൽ മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ വിജയികളാകത്തുള്ളൂ. ജീവിതത്തിൽ വിജയിക്കണം. പരീക്ഷയിൽ വിജയിച്ചാൽ പോരാ. പരീക്ഷയിൽ വിജയം ഒരു ഘടകം തന്നെയാണ്, പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്താഗതിയും കരുത്തും മനക്കരുത്തും നമുക്കുണ്ടാകണം. നടൻ മധുപാൽ മുഖ്യാതിഥിയായി. ഓരോ സ്കൂൾ ക്ലാസ്സുകളും അവിടെ നിന്ന് കിട്ടുന്ന അധ്യാപകരുടെ പഠനത്തിനോടുള്ള നമ്മുടെ പ്രേരണകളും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന സൗഹൃദങ്ങളും ഒക്കെ ഒരർത്ഥത്തിൽ നമുക്കൊരു ബേസായി മാറുകയാണ്. ഈ ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനം. അത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഞാൻ ആദരണീയനായ ഷിബു ബേബി ജോൺ സാറിൻ്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു ഇങ്ങോട്ട്. നമുക്കൊക്കെ അറിയാം, ജീവിതത്തിൽ ഔന്നിത്യങ്ങളിലേക്ക് പോകുമ്പോൾ, അതിൻ്റെ ഉന്നതമായ അവസ്ഥകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ഉണ്ടാവണം, എങ്ങനെ ആയിരിക്കണമെന്ന്. മുന്നോട്ടുള്ള പാതകൾ ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ തടസ്സങ്ങളെല്ലാം അതിജീവിക്കുവാൻ നമുക്ക് കഴിയുന്നത് നമ്മളുടെ പഠനം മാത്രമല്ല എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതിനായ മന്ത്രി പറഞ്ഞൊരു വലിയ കാര്യമുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഐ ജയലക്ഷ്മി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സന്തോഷ് തുപ്പാശ്ശേരി, അംബികാദേവി, എസ് അനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അരുൺരാജ്, UDF ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, RSP മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ, അഡ്വക്കേറ്റ് E യൂസഫ് കുഞ്ഞ്, കിണറുവിള സലാഹുദ്ദീൻ, വാഴയിൽ അസീസ്, പോക്കാട്ട് റഹീം, സക്കീർ ഹുസൈൻ, ഷംന റാഫി, സോഫിയ സലാം, മുംതാസ്, സുനിത ബിജു, താജ് പോരൂക്കര, R വൈശാഖ് എന്നിവർ പങ്കെടുത്തു. ബേബി ജോൺ ഫൗണ്ടേഷൻ പുരസ്കാരം, MLA എഡ്യു എക്സലൻസ് മെഡൽ, പ്രശസ്തി പത്രം എന്നിവയാണ് നൽകിയത്. ന്യൂസ് ബ്യൂറോ.